ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. എൻ്റെ തന്നെ സ്വന്തം റെസിപ്പിയാണ്. ഇപ്പോൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്നുണ്ട്. അത്രയും ടേസ്റ്റിയാണ്. പൊടി ചിക്കൻ എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ നല്ല കഷ്ണങ്ങളായിട്ട് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിനേക്കാളും ചെറുതാക്കിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ മേടിച്ചതെന്ന് അരിഞ്ഞെടുത്തതാണ്. ഇതിനു വേണ്ടി സ്പെഷ്യൽ മേടിച്ചതൊന്നുമല്ല. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. അതൊരു 10-15 അല്ലി എടുക്കണം. അതിങ്ങനെ സ്ക്വയർ ചെയ്ത് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതും ചിക്കനിലോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം ഇതേപോലെ റൗണ്ടായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി ഒരു മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടും അതേപോലെ വെളുത്തുള്ളി ഒരു 8 അല്ലിയും രണ്ടും ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതിൽ നാരങ്ങ നീരൊന്നും ചേർക്കണില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ചെറിയ പീസായ കാരണം എല്ലാം ചിക്കനിൽ പെട്ടെന്ന് തന്നെ പിടിച്ചോളും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനവിടെ ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ പിടിയായിട്ട് ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം മുരിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറാണ് ചിക്കനിലേക്ക് കിട്ടുക. അപ്പോൾ ഇട്ട് വഴിക്ക് നമ്മളിതൊന്ന് അടിഭാഗം ഒന്ന് അനക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ കിടക്കുന്നത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ടി വരില്ല. ചെറിയ പീസായ കാരണം തന്നെ വേഗം തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് വെന്തെന്ന് കാണുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില അതിലോട്ട് ചേർക്കും. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ അതിൽ നല്ലപോലെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ വട്ടവും ചിക്കൻ കോരിയെടുക്കുമ്പോഴും ഞാൻ കറിവേപ്പില ചേർത്തിട്ടാണ് കോരിയെടുക്കാറ്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്ത് നോക്ക്. ഇതേപോലെ നല്ലപോലെ പൊടിയായിട്ട് അരിയണം. ഇതിനേക്കാളും പൊടിയായിട്ട് അരിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ്, പക്ഷെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരണം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് അത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. Thanks for watching. Bye from D Chef. Thank you.